Now if you take the 2B pencil and paper, draw like this. First one book model. ഒരു ബുക്കിൻ്റെ മോഡലാണ് വരയ്ക്കുന്നത്. ആ ബുക്കിൻ്റെ മോഡൽ ആദ്യം വരയ്ക്കുക. നമ്മൾ ക്യൂബൊക്കെ വരച്ചിട്ടുണ്ട്. ക്യൂബൊക്കെ വരയ്ക്കുന്ന അതേ മോഡലിലാണ് വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇപ്പം വരയ്ക്കുക. നെക്സ്റ്റ് അതിൽ പെൻസിൽ, അതുപോലെ പെൻ, ഇതൊക്കെയാണ് ലൈനായിട്ട് വരച്ച് വയ്ക്കുന്നത്. എന്നിട്ട് പേപ്പർ പാഡാണ്. അത് ലൈൻസ് കംപ്ലീറ്റ് വരച്ചതിന് ശേഷം ഇറേസ് ചെയ്യുക. നല്ല രീതിയിൽ ഇറേസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയ്ഡിങ് ചെയ്യാവൂ. കളർ ചെയ്യുമ്പോഴായാലും നമ്മൾ വരച്ച് ഷെയ്ഡിങ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ആ പിക്ചർ ഇറേസ് ചെയ്യുക. അതിന് ശേഷം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യേണ്ടത് 2B പെൻസിൽ ഓർ 3B പെൻസിൽ, B നമ്പർ പെൻസിൽ യൂസ് ഷെയ്ഡിങ്. B നമ്പർ പെൻസിലുകളാണ് നമ്മൾ ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് HB പെൻസിൽ. 2B കൊണ്ട് നല്ല രീതിയിൽ ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതായിട്ട് വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാൻ. ഷെയ്ഡ് കൊടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഡാർക്ക് കൂടുതലും ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് കുറച്ചുമായിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഒരു ബുക്കിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ ലൈറ്റ് വീഴാത്ത ഭാഗത്താണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ലൈറ്റ് വീഴുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രദ്ധിക്കാനുള്ളത്, ഷെയ്ഡ് കൊടുത്ത് ഒരു വസ്തുവിന് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ, ആ വസ്തുവിൻ്റെ അടിഭാഗത്തു നിന്ന് ഷാഡോ വീണിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മോഡൽസ്, ഏത് മോഡൽസ് ആയാലും അത് നമ്മൾ ആ ഒരു പ്രതലത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ ചെയ്യുക. വാച്ച് ദിസ് വീഡിയോ. Watch the video and doing the work. Okay. See you everyone in next class. Okay. Thank you.